ഇരിക്കാൻ സുഖമുണ്ട്. ആ ആ ഓക്കെ. കൈ കൊടുക്കണ്ട. സോ നമ്മുടെ യെസ്ദി അഡ്വഞ്ചർ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് റൈഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഇംപ്രഷൻ, ഇരിക്കാൻ കുറച്ച് കാല് നന്നായിട്ട് കയറ്റി വെച്ചേക്കുന്നത്. ഐശ്വര്യമായിട്ട് പെട്രോൾ അടിക്കാം. തുറക്കാൻ ഇത് അടയ്ക്കാൻ പണിയാണല്ലോ. എടുത്തപ്പോൾ തന്നെ ഞാൻ പറയാമല്ലോ, ഈ ഒരു ചെറിയ റോഡ്, അതായത് ഇങ്ങനെ കുറച്ച് റഫായിട്ടുള്ള റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സസ്പെൻഷൻ നല്ല സോഫ്റ്റാണ്. നല്ല രീതിയിൽ ബംസൊക്കെ എടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ ബംസൊക്കെ. കുറച്ച് ഹാർഡ് കവറിലേക്ക് പോയി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ നേരെ കളമശ്ശേരി വിട്ടിട്ടൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാം, കുറച്ച് ഓഫ് റോഡൊക്കെ ഉള്ളത്. ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നല്ലോണം മൂവ് ആവുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആക്ച്വലി ഒരു പില്ലിയൻ വെച്ചിട്ടാണ് റൈഡ് ചെയ്യണം. പിന്നെ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 കിലോസാണ്. അതിനനുസരിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹിമാലയനേക്കാൾ ഒരു 5 bhp കൂടുതലാണ് അഡ്വഞ്ചറിന്. സോ അതിൻ്റെ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ വെയിറ്റും കുറവാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ആദ്യം കയറിയിരുന്നപ്പോൾ തന്നെ തോന്നുന്നു വെച്ചാൽ കാല് നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുന്നത്. ഹിമാലയൻ കുറച്ചും കൂടി റിലാക്സ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇത് കുറച്ചും കൂടി ഹൈറ്റിൽ കയറിയിരിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 feet ആണ്. സോ ഇതെല്ലാവർക്കും ഒരു പ്രശ്നമാവാൻ ചാൻസ് ഇല്ല. പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണുള്ളത്. അത്യാവശ്യം ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും നമ്മുടെ എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടെന്നുള്ളതും. പിന്നെ ഇതിൽ മോഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതിനകത്ത് റോഡ് മോഡെന്ന് കാണിച്ചിട്ടുണ്ട്. ഓഫ് റോഡ് മോഡിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂൽ ഇൻഡിക്കേറ്ററും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനൊരു അത്യാവശ്യം നല്ലൊരു കുറേ നേരം കണ്ടിരുന്നാലും ബോറടിക്കാത്ത രീതിയിലുള്ളൊരു സംഭവമാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് പിന്നെ മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൺട്രോൾസ് ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കണം. വണ്ടി ഭയങ്കര ലൈറ്റ് ഫീൽ. എനിക്ക് ഹിമാലയൻ്റെ അത്ര വെയിറ്റും തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കിലെ ടയർ ഒരു 140 സെഷനാണ്. ഒരു കുറച്ചും കൂടി പൊടിക്ക് വലുതാണ് ഹിമാലയൻ്റെ. ഞാൻ നോക്കി നമ്മളിപ്പോൾ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. വണ്ടിയുടെ ഫ്രണ്ട് ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന ഹിമാലയനിൽ കോൺസെപ്റ്റ് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാല് പൊക്കി വയ്ക്കുന്ന പോർഷനിൽ ഒരു ചെറിയ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ടൈറ്റായിട്ട് നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. അത്യാവശ്യം ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. കുറച്ച് നേരം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഒന്ന് ചെറുതായിട്ട് സെറ്റായ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ക്ലച്ചും പുതിയ വണ്ടി ആയതുകൊണ്ട് ക്ലച്ചും കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റാണ്. അതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പക്ഷേ സസ്പെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സസ്പെൻഷനും ഫ്രണ്ട് ബ്രേക്ക് വേറെ ലെവൽ ഹിമാലയൻ്റെ വെച്ച്. ഞാനിത് കംപ്ലീറ്റ്ലി ഹിമാലയനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചേക്കുന്ന വണ്ടി അതാണ്. ഫ്രണ്ട് ബ്രേക്ക് ഹിമാലയൻ്റെ ഞാൻ പല വീഡിയോസിന് മുമ്പുള്ള ഹിമാലയൻ്റെ പ്രോബ്ലംസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഫ്രണ്ട് ബ്രേക്കാണ്. പക്ഷേ ഇത് നല്ല പൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഹിമാലയൻ്റെ കൂടെയാണ് പോകുന്നത്. നമ്മൾ ഹിമാലയനും ഇവനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അടിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് വണ്ടി എടുത്തേക്കുന്നത്. ഹിമാലയ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വണ്ടി വീഡിയോ ഫുള്ള് കാണുമ്പോൾ പറയണം ഹിമാലയനൊക്കെ ബെറ്റർ ആയിരിക്കുമോ അതോ മോശമായിരിക്കുമോ, അതോ രണ്ടും ഏകദേശം ഒരു ലെവലായിരിക്കും, അതോ ഹിമാലയൻ തോപ്പിക്കാൻ ഒരു വണ്ടിക്കും പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടിക്കണം. ഡെഫിനറ്റായിട്ട് എനിക്ക് അറിയണം ആ ഒരു വികാരം. കാരണം ഹിമാലയൻ എന്ന് പറഞ്ഞൊരു വികാരമാണ്. യെസ്ദി എന്നുള്ളൊരു വികാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഹിമാലയൻ വർഷങ്ങളായിട്ടുള്ള നമ്മളെ വികാരമാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ ഇപ്പോൾ UK അവൻ പോയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ഞാനപ്പോൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു UK ചെക്കൻ കുറച്ച് പാർട്ട് ടൈമൊക്കെ ചെയ്ത് നല്ല ക്യാഷൊക്കെ റെഡിയാക്കി വന്നു.
റെഡിയാക്കിയിട്ട് അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഹിമാലയം വേണം. എന്താടാ എനിക്ക് ഹിമാലയം ഭയങ്കര ഇഷ്ടമാണ്, എന്തായാലും അത് എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഫണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, എനിക്ക് എന്തായാലും വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ കുറേ പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, നീ വെറുതെ അതൊക്കെ നോക്കണ്ടേ, എനിക്കൊന്നും വേണം, ഈ ഹിമാലയം തന്നെ മതി. അത് കേട്ട് കഴിയുമ്പോൾ നമുക്കും എന്താ പറയുക ഒരു രോമാഞ്ചം. എന്താ വെച്ചാൽ വണ്ടി വേറെ ലെവലാണ്, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി വേറെ ലെവലൊക്കെ തന്നെയാണ്. ഈ ബാക്ക് നോക്കി പിടിക്കുമ്പോഴത്തേക്കും റെയിൻ അത് ബ്ലിങ്കായി തന്നെ നിന്നുള്ളൂ. ആ എന്നിട്ട് പിന്നെ ഞെക്കി പിടിക്കുമ്പോഴത്തേക്കും ഇതെന്ത് സംഭവിക്കുക? ABS-ൻ്റെ ആണ്. ആ നമ്മൾ ABS ഓഫ് റോഡിലാണ് ഇട്ടേക്കുന്നത്. 3 മോഡുണ്ട്, റോഡ്, റെയിൻ ആൻഡ് ഓഫ് റോഡിൽ. ചേട്ടാ സ്റ്റാൻഡ്. ആ ചേട്ടന് പണി കിട്ടിയാണ്. ഞാനൊന്ന് ബ്രേക്ക് അടിച്ച് നോക്കട്ടെ, വീഴുമോ? ആഹാ, നല്ലോണം സ്കിഡ് കേട്ടോ ഓഫ് റോഡിൽ. കുറച്ച് ദൂരം ഓടിച്ചാൽ 2 കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് സസ്പെൻഷൻ, പിന്നെ ബാക്കിൽ ബ്രേക്ക്, ഫ്രണ്ടിൽ ബ്രേക്ക്. 2 കാര്യങ്ങളും 3 കാര്യങ്ങളും അടിപൊളിയാണ്. ബാക്കിൽ ഓഫ് റോഡ് മോഡ് ഇട്ടിട്ട് സ്കിഡ് ചെയ്യാൻ നല്ലോണം പറ്റുന്നുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഡ്വഞ്ചർ കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ പ്രത്യേകം സാധാരണ ഞാൻ റിവ്യൂ ഒന്നും ചെയ്യാറില്ല, മോസ്റ്റ്ലി അഡ്വഞ്ചർ ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്കാണെങ്കിലും പേഴ്സണലി ഈ വണ്ടി എടുത്തിട്ടൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ എടപ്പള്ളി ഷോറൂമുണ്ട് യെസ്ദിയുടെ ക്ലാസിക് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്, അവിടെ നമുക്ക് വണ്ടി ഒരു കുറച്ച് നേരത്തേക്ക് ഓടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. അപ്പോൾ കുറച്ച് നേരം ഓടിച്ചു, അധികം നേരമൊന്നും ഓടിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഹിമാലയനിൽ കുറവുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ആവശ്യം വന്നൊരു സാധനമായിരുന്നു എടുത്ത് പറയേണ്ടത്. ഈ ഒരു കാലിപ്പറിൻ്റെ ക്യാപ്പ് ഓഫ് റോഡൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ബ്രേക്കും അതിൻ്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ അതൊരു ഇതാണ്, ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഹിമാലയൻ ഇപ്പോൾ ഒരു പവർ കുറവുണ്ടായിരുന്നു ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ, അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് ക്രൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടോപ്പ് എൻ്റെ കിട്ടുന്നുണ്ടായിരുന്നു. ഹിമാലയനിൽ ഞാനിപ്പോൾ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 100-110 ഉള്ളിൽ തന്നെ നിൽക്കും. ഇതാണെങ്കിൽ വേണമെങ്കിൽ ഒരു 120, ഒരു 10 കിലോമീറ്റർ സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്കൊരു ക്രൂസിങ് സ്പീഡായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ സൈസ് കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഹീറ്റിംഗ് ഇത്ര നേരം ഉപയോഗിച്ചിട്ട് ഞാൻ ലോക്കൽ ഇങ്ങനെ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതായത് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ഹിമാലയൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റാവും. ഇത് അത്ര ഹീറ്റായിട്ടില്ല, പുതിയ വണ്ടിയാണ്, ഒന്നും പറയാറായിട്ടില്ല. പിന്നെ കുറച്ച് ഹിമാലയനിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജനാണ്. ഇതിനകത്ത് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്, LED ടെയിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സെയിം സിയത്തിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അവിടെ ബാക്കിൽ കുറച്ചും കൂടി അതിൻ്റെ വിഡ്ത്ത് കൂടുതലുണ്ട്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു വെൽ ബിൽറ്റ് വണ്ടിയാണ്, കാണാൻ അത്യാവശ്യം ലുക്കുണ്ട്. പക്ഷേ ഫൂട്ട് പെഗ് കുറച്ചും കൂടി ഹൈറ്റിലാണ്, അതായത് ഈ കാല് വയ്ക്കുന്ന ഒരു ആംഗിൾ കുറച്ചും കൂടി തൈ ഇവിടെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഡിസൈനിൽ കുറച്ചും കൂടി എനിക്ക് ഹൈറ്റില്ല, അതായത് ഞാനൊരു 6 ഫീറ്റാണ്. ചെറിയൊരു വലിയ വിഷയമൊന്നുമില്ല, എന്നാലും എനിക്കത് ഹിമാലയൻ പെട്ടെന്ന് ഓടിച്ചിട്ട് വന്നിട്ട് എടുക്കുമ്പോൾ കാല് കുറച്ച് ഹൈറ്റിൽ വെച്ച പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എക്സോസ്റ്റിൻ്റെ നോട്ടൊക്കെ ഏകദേശമൊക്കെ ഹിമാലയൻ്റെ പോലെയൊക്കെ തന്നെയാണ്. ബാക്ക് സൈഡും എനിക്കെപ്പോഴും ഈ വണ്ടിയുടെ ഈ പോർഷൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഈ ഒരു ആംഗിൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഈ ജെറിക്കാൻ മാറ്റി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ വണ്ടിയാവും. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു ചെറിയൊരു അനിയൻ, അതായത് ഓൾമോസ്റ്റ് വലിയ പ്രായ വ്യത്യാസമില്ലാത്ത ഒരു അനിയനെ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഹിമാലയൻ്റെ അത്രയും വെയിറ്റ് ഇല്ല, ഹിമാലയൻ്റെ അത്രയും ഒരു സൈസും വിഡ്ത്തും കാര്യങ്ങളും ഇല്ല, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ പവർ കൂടുതലുണ്ട്, പക്ഷേ ടോർക്ക് അതാണ് മെയിനായിട്ട് പറയുന്നത്. എഞ്ചിൻ സെക്ഷൻ വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഡിസൈനിൽ ഓവറോൾ ഇതൊക്കെയാണ്. പിന്നെ ഡിസൈനിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ കൺസോളാണ്. ഇത് ശരിക്കും ഇൻസ്പയർഡ്, അതായത് നമ്മുടെ അഡ്വഞ്ചർ 800 സീരീസ് 1200 സീരീസിലൊക്കെ നമ്മുടെ പിന്നെ ഓഫ് റോഡ് അഡ്വഞ്ചർ ബൈക്സിലൊക്കെ നമ്മൾ പുറത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും കുറച്ചും കൂടി ഇങ്ങനെ ഹൈറ്റ് ഉള്ളത്. ഇതാണ് നല്ല ഒരു നീറ്റാണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. നമുക്കിനത് സ്പീഡോമീറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ടൈം, പിന്നെ പെട്രോൾ ഇൻഡിക്കേഷൻ, പിന്നെ സൈഡ് സ്റ്റാൻഡ്. പിന്നെ ഇതിനകത്ത് മോഡ് കണ്ടോ, റോഡ്, റെയിൻ ആൻഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട്. അതിൽ ഓഫ് റോഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത്, നല്ല രീതിയിൽ പറ്റുന്നത്, നല്ല ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളാണ് തോന്നുന്നത്. ഹിമാലയൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കുറച്ചും കൂടി ഫൺ ടു റൈഡാണ്. ഹിമാലയൻ്റെ ആ ഒരു വെയിറ്റും സൈസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ആപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിസൈനിൽ വന്നേക്കുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് LED ഹെഡ്ലൈറ്റ് ആണ്. ഇതിൻ്റെ പവറൊക്കെ രാത്രി നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വൈസർ കുഴപ്പമില്ല, പക്ഷേ ഹിമാലയൻ്റെ കുറച്ചും കൂടി ഹൈറ്റിലിരിക്കുന്ന പോലെയാണ്. ഞാനിപ്പോൾ 2 വണ്ടിയും കൂടി അടുത്ത് വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ എക്സാക്ട്ലി
രണ്ടിനും ഇത് പറയുന്നത്. ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ പ്ലസ് ഇതിൻ്റെ ഒരു ഓവറോൾ വാക്ക് അറൗണ്ട് രീതിയിലുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. സീറ്റിംഗ് പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറി ഇരുന്നിട്ട് കാലിങ്ങനെ ഒന്ന് കയറ്റിക്കുമ്പോണ്ടോ ഇത്രയും ഹൈറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലെവലിൽ തന്നെ നല്ല രീതിയിൽ ഹൈറ്റിൽ കയറിയിരിക്കുന്നുണ്ട്. ഞാൻ 6 feet ആണ്. ഈ ഒരു പോസ്ചറും നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഹാൻഡിൽ ബാർ അത്യാവശ്യം, പക്ഷേ സാഡിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. നല്ല ഹൈറ്റുള്ള ഒരു സാഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു എക്സ്പൾസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് എനിക്ക് സാഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ കീസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്, കൺസോളും നല്ല രസമുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഷോറൂമിൽ പോയി ചോദിക്കണം. ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇൻബിൽറ്റ് ആയിട്ടൊരു ചാർജർ തന്നിട്ടുണ്ട്, ഇതിപ്പോഴും അതും ടൈപ്പ് സിയും തന്നിട്ടുണ്ട്, USB തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്ക് സൈഡും എനിക്കെപ്പോഴും ഈ വണ്ടിയുടെ ഈ പോർഷൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഈ ഒരു ആംഗിൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഈ ജെറിക്കാൻ മാറ്റി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ വണ്ടിയാവും. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു ചെറിയൊരു അനിയൻ, അതായത് ഓൾമോസ്റ്റ് വലിയ പ്രായവ്യത്യാസമില്ലാത്ത ഒരു അനിയനെ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഹിമാലയൻ്റെ അത്രയും വെയിറ്റ് ഇല്ല, ഹിമാലയൻ്റെ അത്രയും ഒരു സൈസും വെടുത്തും കാര്യങ്ങളും ഇല്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ പവർ കൂടുതലുണ്ട്. പക്ഷേ ടോർക്ക് അതാണ് മെയിനായിട്ട് പറയുന്നത്. എഞ്ചിൻ സെക്ഷൻ വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഡിസൈനിൽ ഓവറോൾ ഇതൊക്കെയാണ്. പിന്നെ ഡിസൈനിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ കൺസോളാണ്. ഇത് ശരിക്കും ഇൻസ്പയർഡ്, അതായത് നമ്മുടെ അഡ്വഞ്ചർ 800 സീരീസ് 1200 cc നമ്മുടെ പിന്നെ ഓഫ് റോഡ് അഡ്വഞ്ചർ ബൈക്സിലൊക്കെ നമ്മൾ പുറത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും കുറച്ചും കൂടി ഇങ്ങനെ ഹൈറ്റ് ഉള്ളത്. ഇതാണ് നല്ല ഒരു നീറ്റാണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. നമുക്കിനകത്ത് സ്പീഡോമീറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ടൈം, പിന്നെ പെട്രോൾ ഇൻഡിക്കേഷൻ, പിന്നെ സൈഡ് സ്റ്റാൻഡ്. പിന്നെ ഇതിനകത്ത് മോഡ് കണ്ടോ, റോഡ്, റെയിൻ ആൻഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട്. അതിൽ ഓഫ് റോഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. നല്ല ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളായിട്ടാണ് തോന്നുന്നത്. ഹിമാലയൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക സീരിയസ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കുറച്ചും കൂടി ഫൺ ടു റൈഡാണ്. ഹിമാലയൻ്റെ ആ ഒരു വെയിറ്റും സൈസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ആപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിസൈനിൽ വന്നേക്കുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് LED ഹെഡ്ലൈറ്റ് ആണ്. ഇതിന് പവറൊക്കെ രാത്രി നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വൈസർ കുഴപ്പമില്ല, പക്ഷേ ഹിമാലയൻ്റെ കുറച്ചും കൂടി ഹൈറ്റിലിരിക്കുന്ന പോലെയാണ്. ഞാനിപ്പോൾ 2 വണ്ടിയും കൂടി അടുത്ത് വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ എക്സാക്ട്ലി രണ്ടിനും ഇത് പറയുന്നത്. ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ പ്ലസ് ഇതിൻ്റെ ഒരു ഓവറോൾ വാക്ക് അറൗണ്ട് രീതിയിലുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. സീറ്റിംഗ് പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറി ഇരുന്നിട്ട് കാലിങ്ങനെ ഒന്ന് കയറ്റിക്കുമ്പോണ്ടോ ഇത്രയും ഹൈറ്റിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലെവലിൽ തന്നെ നല്ല രീതിയിൽ ഹൈറ്റിൽ കയറിയിരിക്കുന്നുണ്ട്. ഞാൻ 6 feet ആണ്. ഈ ഒരു പോസ്ചറും നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഹാൻഡിൽ ബാർ അത്യാവശ്യം, പക്ഷേ സാഡിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. നല്ല ഹൈറ്റുള്ള ഒരു സാഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു എക്സ്പൾസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് എനിക്ക് സാഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ കീസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്, കൺസോളും നല്ല രസമുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഷോറൂമിൽ പോയി ചോദിക്കണം. ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇൻബിൽറ്റ് ആയിട്ടൊരു ചാർജർ തന്നിട്ടുണ്ട്, ഇതിപ്പോഴും അതും ടൈപ്പ് സിയും തന്നിട്ടുണ്ട്, USB തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചി മച്ചാൻ്റെ കൂടെ നമ്മൾ കാർഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണി പോയോ? തമ്മിൽ നീ ഇതിട്ടോട്ടോ. എടാ, അത് ഈ വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു.